നമസ്കാരം. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ തീരുമാനമാണ് അന്തിമം. തോൽവി എന്നാൽ തിരുത്തലുകൾക്കുള്ള ജനങ്ങളുടെ നിർദ്ദേശമാണ്. എവിടെയാണ് പിഴച്ചതെന്ന് പരിശോധിക്കാനും നയങ്ങൾ പുതുക്കാനുമുള്ള സമയമാണിത്. ഒരു തിരഞ്ഞെടുപ്പ് തോൽവി രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ വരാനുള്ള തയ്യാറെടുപ്പാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാർത്തയിലേക്ക്. 102 സീറ്റുകളുമായി 10 വർഷത്തിന് ശേഷം UDF സംസ്ഥാനത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കുമ്പോൾ മൂന്നാം ഊഴം കാത്ത് 99 സീറ്റുണ്ടായിരുന്ന LDFന് ജനം നൽകിയത് ഇത്തവണ 35 സീറ്റുകൾ മാത്രം. മൂന്നിടത്ത് BJPയും ജയിച്ചു. എന്താണ് LDFന് സംഭവിച്ചത്? ജനം എന്തുകൊണ്ട് LDFനെ കൈവിട്ടു? എവിടെയാണ് പിഴച്ചത്? ഇനി ഈ 5 വർഷം പ്രതിപക്ഷം എന്താണ് ചെയ്യേണ്ടത്? ഇത് പറയും മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ വാർത്ത പൂർണ്ണമായും കാണുക. കുറച്ച് ദൈർഘ്യ കൂടുതലുണ്ട്. ഒരുപക്ഷെ ചില സത്യങ്ങൾ ഞാൻ പറയുമ്പോൾ പലർക്കും എന്നോട് ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണെന്നത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാം. പക്ഷേ ചിലതൊക്കെ പറയാതെ വയ്യ. ആദ്യം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും 2.0 വിശദീകരിക്കാം. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം മികച്ചതായതുകൊണ്ടാണല്ലോ രണ്ടാം തവണയും ഇവർ തന്നെ ഭരിക്കട്ടെ എന്ന് ജനം വിധി എഴുതിയത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ തോറ്റുപോയത് ഒന്നാം പിണറായി സർക്കാരിന്റെ മുമ്പിലാണ്. സത്യത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വെല്ലുവിളി പ്രതിപക്ഷമൊന്നുമായിരുന്നില്ല, ഒന്നാം പിണറായി സർക്കാരായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിനോട് മത്സരിച്ചാണ് രണ്ടാം പിണറായി സർക്കാർ തോറ്റത്. 2016 അധികാരത്തിലെത്തിയ LDF സർക്കാർ ജനങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു. ആർക്കും ഒരു തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ആ സർക്കാരിലെ മന്ത്രിമാർ ജനങ്ങളെ കേൾക്കാനും അവർക്കിടയിൽ ഇറങ്ങി നിൽക്കാനും സഖാക്കളെ കേൾക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ ശൈലജ ടീച്ചറും രവീന്ദ്രനാഥ് മാഷും അടക്കമുള്ള മന്ത്രിമാർ ജനങ്ങളുടെ പ്രിയപ്പെട്ടവരായി മാറിയ കാഴ്ചയാണ് കേരളം അനുഭവിച്ചറിഞ്ഞത്. ധാർഷ്ട്യം, അഹങ്കാരം, തലക്കനം ഒന്നുമില്ലാത്തൊരു സർക്കാരായിരുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം LDF സർക്കാർ. ഈ പാർട്ടിയും സർക്കാരും പാവങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണ് എന്നൊരു വിശ്വാസം ജനങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാൽ 2021 രണ്ടാം LDF സർക്കാർ വന്നതോടെ ഒന്നാം LDF സർക്കാരിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ജനങ്ങളുടെ പ്രിയപ്പെട്ട മന്ത്രിമാരായ ശൈലജ ടീച്ചറെ അടക്കം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയതും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ തുടർന്നതും ജനങ്ങൾക്കിടയിൽ അപമതിപ്പുണ്ടാക്കി. രണ്ടാം ഊഴത്തിൽ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കിയിരുന്നുവെങ്കിൽ, അങ്ങനെ ആക്കി പട നയിച്ചിരുന്നുവെങ്കിൽ 2026 ചിത്രം മാറുമായിരുന്നു. ഉറപ്പാണത്. അർഹതയുണ്ടായിരുന്നിട്ടും ടീച്ചറെ തഴഞ്ഞതും എല്ലാ മന്ത്രിമാരും മാറിയിട്ടും പിണറായി മുഖ്യമന്ത്രിയായി തുടർന്നതും വലിയൊരു പോരായ്മ തന്നെയായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിലെ പല മന്ത്രിമാരും സത്യത്തിൽ ഭൂലോക തോൽവിയായിരുന്നു. സാധാ സഖാക്കൾ പറയുന്ന പ്രശ്നങ്ങൾ പോലും കേൾക്കാനോ പഠിക്കാനോ പോലും തയ്യാറാകാത്ത മന്ത്രിമാർ വരെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലെയല്ല പലരും പെരുമാറിയത് പോലും. അവരിൽ പലരും ജനങ്ങളുമായി യാതൊരു ബന്ധവും പോലും ഉണ്ടാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ റിസൾട്ട്. മന്ത്രിമാർ ജനങ്ങൾക്കൊപ്പമാണെന്ന തോന്നൽ ഉണ്ടാക്കാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ വിജയമായിരുന്നു, പക്ഷേ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വൻ പരാജയമായിരുന്നു. കൂടാതെ ധാർഷ്ട്യം, പൊതുവേദികളിലെ അനൗചിത്യപരമായിട്ടുള്ള പെരുമാറ്റം ഒക്കെ ജനങ്ങളിൽ വെറുപ്പ് സമ്പാദിക്കാൻ ഇടയാക്കി. P രാജീവും MP രാജേഷും വീണ ജോർജും ഒക്കെ തോറ്റത് വികസനം നടത്താത്തത് കൊണ്ടല്ല, ജനങ്ങൾക്കൊപ്പം ഉണ്ടെന്ന തോന്നൽ ജനങ്ങൾക്ക് തോന്നാത്തത് കൊണ്ടാണ്. ഇവരെയൊക്കെ തിരുത്തേണ്ട പാർട്ടിയാകട്ടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാഴ്ചയും കേരളം കാണുന്ന കാഴ്ചയുണ്ടായി. ഗോവിന്ദ മാഷിനെ പറ്റി പിന്നാലെ കുറെ പറയാനുണ്ട്. K രാജനും മുഹമ്മദ് റിയാസും ഒക്കെ ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ മാധ്യമ വിചാരണ നേരിട്ടിട്ടുള്ളവരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ അവരൊക്കെ ജനങ്ങൾക്കൊപ്പമായിരുന്നു എന്ന് ഈ റിസൾട്ട് തെളിയിക്കുന്നുണ്ട്. അതായത് എല്ലാ മന്ത്രിമാരോടും ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നില്ലെന്ന് അർത്ഥം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷം നിർജീവമാണല്ലോ, നമ്മളല്ലാതെ പിന്നാര് എന്ന ഓവർ കോൺഫിഡൻസിൽ പോയതിന്റെ ദുരന്ത ഫലമാണ് ഇടതുകോട്ടകൾ പോലും UDF പിടിച്ചടക്കിയത്. ഇനി നമ്പർ 2 എന്ന് പറയുന്നത് സർക്കാരും ഉദ്യോഗസ്ഥരും പോലീസുമാണ്. പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ ശത്രു പോലീസായിരുന്നു. ജനങ്ങളും സർക്കാരും തമ്മിലുള്ള പാലം തകർത്തത് പിണറായി വിജയന്റെ പോലീസാണ്. ഗുണ്ടകളെ പോലെ ജനങ്ങളെ വെല്ലുവിളിച്ച് പോലീസ് അഴിഞ്ഞാടിയപ്പോഴൊക്കെ അതിനെ നേരിടുന്നതിൽ പിണറായി വിജയൻ പരാജയപ്പെട്ടു. പോലീസ് നിരന്തരം തലവേദന തന്നെയായിരുന്നു. അങ്ങനെ തലവേദനയായി മാറുമ്പോഴും പോലീസിനകത്തെ ക്രിമിനലുകൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം മൂലം മാധ്യമങ്ങൾ സർക്കാരിനെ വിചാരണ ചെയ്യുമ്പോഴും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരു വിശദീകരണവുമായി ഒരു മാധ്യമത്തിന് മുമ്പിൽ നമ്മൾ പിണറായി വിജയനെ കണ്ടേയില്ല. അതിനർത്ഥം എന്താണ്? ഇതിനെ ജനം എങ്ങനെയാകും വിലയിരുത്തുക? പോലീസിനെ സർക്കാർ അഴിഞ്ഞാടാൻ വിട്ടേക്കുകയല്ലേ എന്ന് ചിന്തിച്ചാലും തെറ്റു പറയാൻ കഴിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്ത്, UDF സർക്കാരിന്റെ കാലത്തെ പോലീസ് രാജിനെ ഓർമ്മപ്പെടുത്തുന്ന പോലെയാണ് പോലീസ് ജനങ്ങളോടും പ്രതിഷേധക്കാരോടും കഴിഞ്ഞ 5 വർഷം പെരുമാറിയത്. ആഭ്യന്തര വകുപ്പ് എന്നൊരു വകുപ്പുണ്ടോ, അതിനൊരു മന്ത്രിയുണ്ടോ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും. മുഖ്യമന്ത്രി എന്ന നിലയിൽ മികച്ചു നിന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മറ്റൊരാൾക്ക് നൽകിയിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു. സാധാ സഖാക്കൾക്ക് പോലും ഒരു കാര്യവുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം
ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പോലീസ് വേട്ടകൾ പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യമായി ജനം വിലയിരുത്തി. സമരത്തിലൂടെ വളർന്നു വന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പോലീസ് ബൂട്ടിന്റെ ചവിട്ടും ലാത്തിക്കടിയും കിട്ടി പോലീസിന്റെ ക്രൂരതയിൽ നരനായാട്ടിന് വിധേയമായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി കൂടിയാണ് പിണറായി വിജയൻ. അങ്ങനെ ഒരാൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നു. ഇങ്ങനെയല്ല നിയന്ത്രിക്കേണ്ടിയിരുന്നത്. നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം ഉയരുമ്പോൾ കേരളം ഇത്തരം ആക്രമണങ്ങളിൽ പിന്നിലാണെന്ന ഉത്തരമല്ല മന്ത്രിസഭയിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നത്. അതൊരു ന്യായീകരണമാണ്. UDF ഭരണകാലത്ത് എന്തായിരുന്നു അവസ്ഥ എന്നല്ല അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ചെറിയ ഉദാഹരണം മാത്രമാണ് കേട്ടോ. സത്യത്തിൽ പിണറായി 2.0 എല്ലാ വകുപ്പിലെയും സർക്കാർ ഉദ്യോഗസ്ഥരും മന്ത്രിമാർക്കും സർക്കാരിനും നിരന്തരം തലവേദനയായിരുന്നു. അതായത് അവരെ നിലയ്ക്ക് നിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. സാധാരണ ജനങ്ങൾ ഒരാവശ്യവുമായി പോകുന്നത് മന്ത്രിമാരുടെ മുമ്പിലേക്കല്ല, സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കാണ്. അവരെ നല്ല രീതിയിൽ ഉദ്യോഗസ്ഥർ വെറുപ്പിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാമതെന്ന് പറയുമ്പോഴും ജനമനസ്സിൽ നമ്മൾ എത്രാമതാണെന്ന് ഒന്ന് പരിശോധിക്കാൻ, ഒന്ന് മനസ്സിലാക്കാൻ, താഴേക്കിടയിൽ ഇറങ്ങി ഒന്ന് പരിശോധിക്കാൻ സർക്കാരും മന്ത്രിയും പാർട്ടിയും ഒന്നും ശ്രമം നടത്തിയിട്ടില്ല എന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നമ്പർ 3 വീഴ്ചകളാണ്. ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണ് സർക്കാർ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും നിരന്തരം വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയതും വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വേദികൾ പങ്കിട്ടതും ന്യൂനപക്ഷങ്ങളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു. ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയെ തള്ളിക്കൊണ്ട് സതീശൻ നടത്തിയ പോലൊരു പ്രതികരണമായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്ന്, പ്രത്യേകിച്ച് പിണറായി വിജയനിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച് രംഗത്ത് വന്നതോടെ വർഗീയ ചാപ്പ കുത്താൻ നടക്കുന്നവർക്ക് അവരുടെ പണി എളുപ്പമായി എന്നുള്ളതാണ്. വോട്ട് ബാങ്ക് തേടി പോകുമ്പോൾ നഷ്ടപ്പെടുന്ന വിശ്വാസം നേടിയെടുക്കാൻ എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ മമ്മൂട്ടി എത്തിയതും പിന്നാലെ ജില്ലാ സെക്രട്ടറി റഫീഖിനെ അപമാനിച്ചതും മമ്മൂട്ടിയുടെ അഹങ്കാരവും ആ ധാർഷ്ട്യവും ഒക്കെ വലിയ ചർച്ചയായി മാറിയപ്പോഴും മമ്മൂട്ടി ഖേദം പ്രകടിപ്പിച്ച് പിന്നീട് രംഗത്ത് വന്നപ്പോഴും മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം സഖാക്കളെ പോലും നിരാശരാക്കി കളഞ്ഞു. അദ്ദേഹത്തെ പോലൊരു മഹാനടനെതിരെ നടന്ന പ്രചരണങ്ങൾ നിർഭാഗ്യകരമാണെന്നും പാർട്ടിക്ക് വേണ്ടി താൻ ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും പിന്നീട് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടു. അതും വലിയ തിരിച്ചടിയായി മാറി, ഒരു നാണക്കേടായി മാറി. ഗതാഗത വകുപ്പ് സൂപ്പർ എന്ന് പറയുമ്പോഴും സാധാരണക്കാരന് ലൈസൻസും RC ബുക്കും പോലും അയച്ചു കൊടുക്കാൻ കഴിയാത്തത് ഒരു വലിയ വീഴ്ചയാണ്. വിലകയറ്റവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യവും ശബരിമല കൊള്ളയും ഒക്കെ നേരിടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. PV അൻവറിന്റെ തുടക്കത്തിലുള്ള ചില ചോദ്യങ്ങളും സംശയങ്ങളും പലതും സത്യമാണോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നും ജനങ്ങളും ചില സഖാക്കളും എന്നുള്ള കാര്യം കൂടി പറയാതെ വയ്യ. ആ വിഷയത്തിൽ മറുപടി പറയാൻ ഇന്നും പാർട്ടിക്കും സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എന്നതും മറ്റൊരു വീഴ്ച തന്നെയാണ്. സുധാകരനെ മുഖ്യമന്ത്രി വീട്ടിൽ പോയി കണ്ട് അനുനയിപ്പിക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ശരിവെക്കുന്നതായില്ലേ ഈ റിസൾട്ട്? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റു പറയാൻ കഴിയുമോ? വിമർശിക്കുന്നവരെ ചേർത്ത് നിർത്തുന്നത് കൂടിയാണ് കമ്മ്യൂണിസം എന്നാണ് ഈ പാർട്ടി മറന്നു തുടങ്ങിയത്. സുധാകരനെ പ്രകോപിപ്പിച്ച് മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു സത്യത്തിൽ ഈ പാർട്ടി. സംസ്ഥാന സെക്രട്ടറി പോലും സുധാകരനെ ചൊടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്. പാർട്ടി വിട്ടു പോകുന്നവരെ പഠിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഘട്ടത്തിലും ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി ശ്യാമളയെ നിർത്തിയത് അടക്കം പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറെ പേരാവൂരിൽ നിർത്തിയത് ടീച്ചറെ തോൽപ്പിക്കാനാണെന്ന സംസാരം പോലും ഉണ്ടായി സഖാക്കൾക്കിടയിൽ എന്നുള്ളത് ഇവിടെ പറയാതെ പോകാൻ കഴിയില്ല. മണ്ഡലത്തിന് പറ്റാത്ത ഇഷ്ടക്കാരെ കെട്ടിയിറക്കിയും ചിലരെ വെട്ടിയും 3.0 ചിലരൊക്കെ നടന്നു കയറാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ച വീഴ്ചയാണോ ഇതെന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ വിമർശിക്കുമ്പോഴും മുകേഷിനെതിരെയും ഗണേഷിനെതിരെയും എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഈ നാട്ടിലെ സാധാ ജനങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ മുഖവിലക്കെടുക്കണമായിരുന്നു. അത്തരം ആരോപണം വന്നാൽ മുഖം നോക്കാതെ നടപടിയെടുത്ത് അത്തരം ആളുകളെ മാറ്റി നിർത്തുകയാണ് പാർട്ടി ചെയ്യേണ്ടിയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ആദ്യം എടുക്കേണ്ടിയിരുന്നത് മുകേഷിന്റെയും ഗണേഷിന്റെയും ഒക്കെ കാര്യത്തിൽ LDF ആയിരുന്നു. ശേഷം മാങ്കൂട്ടത്തെ വിമർശിക്കാൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ എത്ര ഭംഗിയാകുമായിരുന്നു. 2.0 ശരിക്കും പ്രതിപക്ഷം സതീശനല്ല, മാധ്യമങ്ങളാണെന്ന് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്കും സർക്കാരിനും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നിരന്തരം മാധ്യമങ്ങളെ ചൊടിപ്പിക്കുന്ന പ്രസ്താവനകളാണ് മന്ത്രി P രാജീവും MP രാജേഷും ഒക്കെ നടത്തിയത്. എന്നാൽ ഇതൊക്കെ മാധ്യമങ്ങൾക്ക് സർക്കാരിനോടുള്ള ദേഷ്യം വർദ്ധിപ്പിക്കാനാണ് സഹായിച്ചത്. ആ ദേഷ്യം വ്യാജ വാർത്തകളായി പ്രചരിക്കുമ്പോൾ, അത് പ്രതിപക്ഷം ഏറ്റെടുക്കുമ്പോൾ, ജനം വിശ്വസിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സർക്കാരിനും പാർട്ടിക്കും മുമ്പിൽ ഒരു മാധ്യമം ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു റിയാലിറ്റിയാണ്. ഒരു കൈരളിയും ദേശാഭിമാനിയും മാത്രമേ പാർട്ടിക്കുള്ളൂ എന്നും അത് വായിക്കുന്നവരും കാണുന്നവരും എത്ര പേരെന്നും ചിന്തിക്കാതെ അതാണ് എല്ലാവരും കാണുന്നതെന്നും അതാണ് എല്ലാവരും വായിക്കുന്നതെന്നും തെറ്റിദ്ധരിച്ചതാണ് വീഴ്ച. നിരവധി ഇടത് യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിരുന്നിട്ടും അവരെ കോർത്തിണക്കി അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി ഒരിക്കൽ പോലും ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ദൗർഭാഗ്യകരമെന്ന് പറയാതെ വയ്യ. ഇനി അടുത്തത്
നമ്പർ 4 CPM സംസ്ഥാന സെക്രട്ടറിയെ പറ്റിയാണ്. സത്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന് ശേഷം CPMന് നല്ലൊരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിട്ടുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഗോവിന്ദൻ മാഷ് CPM സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പൂർണ്ണ പരാജയമാണെന്ന് സാധാ സഖാക്കളോട് ചോദിച്ചാൽ പോലും അവർ പറയും. ഈ സർക്കാരിനെതിരെ വന്ന വിമർശനങ്ങളെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനല്ല, മറിച്ച് ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പലപ്പോഴും ഗോവിന്ദൻ മാഷ് ശ്രമിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാതൃഭൂമിയിലെ അഭിലാഷിന് ഒരു അഭിമുഖം കൊടുത്ത് പാർട്ടിയെ വിട്ടിലാക്കിയ ഗോവിന്ദൻ മാഷിനെ ഇപ്പോഴും മറന്നിട്ടില്ല. അങ്ങനെയൊക്കെ തുടങ്ങി മാധ്യമങ്ങൾക്ക് സത്യത്തിൽ പാർട്ടിയെ ആക്രമിക്കാൻ നല്ലൊരു ടൂളായിരുന്നു ഗോവിന്ദൻ മാഷ് എന്നാണ് പല ഘട്ടത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള പ്രതികരണങ്ങളും കാണിച്ചിരുന്നതും അത് തന്നെയാണ്. ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി തോറ്റ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനർത്ഥം ആ കസേരയിൽ ഇരിക്കാൻ മാഷ് ഫിറ്റല്ല എന്ന് തന്നെയാണ്. മാധ്യമങ്ങളെ എങ്ങനെ നേരിടണമെന്നോ ജനങ്ങളുമായി ഈ പാർട്ടിയെ എങ്ങനെ ചേർത്ത് നിർത്തണമെന്നോ അറിയാത്ത ഗോവിന്ദൻ മാഷ് സത്യത്തിൽ ആ കസേരയിൽ ഇരിക്കുമ്പോൾ പഠിക്കേണ്ടിയിരുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് പഠിക്കേണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ കുറിച്ച് തന്നെയായിരുന്നു. ഈ നിമിഷത്തിൽ കുറച്ച് സഖാക്കളെങ്കിലും ആലോചിക്കുന്നുണ്ടാകും കോടിയേരി സഖാവ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന. സത്യത്തിൽ തോൽവിയുടെ വലിയൊരു പങ്ക് അത് ഗോവിന്ദൻ മാഷിന് അവകാശപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് LDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ M സ്വരാജിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയാൽ അത് ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് വലിയ കരുത്താകും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഒപ്പം ഇനിയെങ്കിലും P ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുക. സഖാക്കളെ കേട്ട് അവരുടെ വികാരം ഉൾക്കൊള്ളാതെ പോയതാണ് ഈ പാർട്ടിക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വ്യക്തിപൂജയല്ല, കൂട്ടുത്തരവാദിത്തമാണ് പാർട്ടിയുടെ കരുത്ത് എന്ന് വിശ്വസിക്കുന്ന സാധാരണ സഖാക്കൾ നേതൃത്വത്തിന് നൽകിയ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഈ റിസൾട്ടിനെ ഞാൻ നോക്കിക്കാണുന്നത്. ഇനി നമ്പർ 5, 5 വർഷം ഇനി എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. 5 വർഷം ജനങ്ങളിലേക്ക് ഇറങ്ങുക, അവരുടെ ശബ്ദമായി മാറുക, അവർക്കൊപ്പം നിൽക്കുക, അവരെ കേൾക്കുക, പാർട്ടിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഒപ്പം DYFIയും SFIയും ഒക്കെ സടകുടഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയമാണ്. കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയൂ. അത് ഈ 5 വർഷം കൊണ്ട് ജനം തിരിച്ചറിയും. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത അത്രയും വിദൂരമല്ല ഈ പാർട്ടി. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇതേ ജനം അതേ കസേരയിൽ LDFനെ, ഈ പാർട്ടിയെ കൊണ്ടുപോയി ഇരുത്തും ഇനിയുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. പാവങ്ങളുടെ പാർട്ടിയാ സാറേ, ഒരുപാട് പേരുടെ വിശ്വാസവും ധൈര്യവുമാ സാറേ, അത് ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ഇനിയും ആ കസേരയിൽ എത്താൻ കഴിയുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.